I'm the boy who grew up with the film. ബ്ലസ്സി എന്നുള്ള ഫിലിം മേക്കറുടെ വാക്കുകളിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ. ഗോകുൽ എന്ന് പറയുന്ന നടനെ ആളുകൾ ശ്രദ്ധിച്ചത് പൃഥ്വിരാജിന്റെ ഒരു ചോദ്യത്തിലാണെന്ന് തോന്നുന്നു. ഗോകുലോടെ അതെ. ഒരു 3 ദിവസം ഇങ്ങനെ വെള്ളവും കാപ്പിയും മാത്രം പിടിച്ചു. 3-ാമത്തെ ദിവസം രാത്രി ഞാൻ കൊളാപ്സ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. അമ്മ ബ്ലസ്സി സാറെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ മകൻ എൻ്റെ മകനെ മെലിഞ്ഞോണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, കഴിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വെറുതെ കുഴഞ്ഞു പോകും. നാട്ടുകാർ പലതും എന്താ പറയുക കഞ്ചാവാണെന്നോ അങ്ങനെ പറഞ്ഞു നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ എന്നെ ഒരു വട്ടം പോലീസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. രാജുവേട്ടൻ കാണുന്നത് ഞാനിവിടെ നട്ടപ്പൊരി വെയിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അന്ന് രാജുവേട്ടൻ അത് ഒരു പ്രത്യേക ഫീലായിപ്പോയി. കാരണം രാജുവേട്ടൻ അന്ന് ചൂടായിട്ട് പറഞ്ഞ് ഇവനൊരു കൊട കൊടുക്കേണ്ട ആൾക്കാർ എന്താണ്, ഇവനൊരു കൊട കൊടുക്ക്, ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഗോകുലും ചെയ്യുന്നത്, ഇവനൊരു കൊട കൊടുക്കും, ഇവനെ കൊട കൊടുക്കാണ്ട് ഞാൻ ഉന്നയിക്കില്ലെന്ന് പറഞ്ഞ് പോയി. ബ്ലസ്സി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാലം ഇങ്ങനെ അടക്കി പിടിച്ച് സഞ്ചരിച്ചത് ഗോകുലാണ് അല്ലേ? കോവിഡ് സമയത്തൊക്കെ ഡെലിവറി ബോയ് ആയിട്ടൊക്കെ ഓടിയിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിലെ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രൂവിൽ ഒരു 60ഓളം പേരുണ്ടായിരുന്നു. 60 നജീബുമാരെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കണ്ടത്. ആ സമയത്ത് ഞാൻ ക്ലാപ്പും റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് പോകും. ഞാൻ നേരെ ക്യാമറയ്ക്ക് പുറകിൽ നിന്നിട്ട് ബ്ലസ്സി സാറിൻ്റെ ഓരോ ഷോട്ടൊക്കെ വെക്കുന്നത്, അങ്ങനെ ഉള്ള രീതികളിൽ ബ്ലസ്സി സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയാണ് സ്വപ്നം, അഭിനയമാണ് സ്വപ്നം. നമസ്കാരം. ദീർഘകാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഇന്റർനാഷണൽ സിനിമ എന്ന് ആടുജീവിതത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബിൻ്റെ കഥാപാത്രം കഴിഞ്ഞാൽ തീവ്രമായ രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളു കുലുക്കിയ മറ്റൊരു നടൻ കൂടിയുണ്ട്. നോവലിലെ ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ KR ഗോകുലാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം ഗോകുൽ. ഹലോ. ഗോകുൽ എന്താണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 24ാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു സിനിമയിൽ, അതും ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറിലേക്ക് ഗോകുൽ എത്തിയത് എങ്ങനെയാണ്? അത് 18ാം വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കലാജാഥ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ കോളേജുകളിലും പോയിട്ട് സ്കിറ്റും ഡാൻസും പാട്ടും അങ്ങനെ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള കോളേജുകളിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ കോഴിക്കോടുള്ളൊരു നാടകക്കാരനുണ്ട്, ശാന്തേട്ടൻ. അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരു കോൾ വരുന്നത്, ഒരു നിഷ്കളങ്കനായൊരു പയ്യനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൾ വന്നിട്ട് ഞാൻ അവിടെ ഓഡീഷന് പോയി, ബ്ലസ്സി സാറിൻ്റെ ഫ്ലാറ്റിൽ. അങ്ങനെ ഓഡീഷന് പോയി, കിട്ടി. കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, കിട്ടി. എന്താ ചെയ്യാൻ പറഞ്ഞത് ഓഡീഷൻ? ആക്ച്വലി ആദ്യം ചോദിച്ചു പേരെന്താ, ഇവിടുന്ന് വന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം തരുമെന്ന് ചോദിച്ചു സാറിനോട്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എന്തോ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് വന്നത് ഒരു ജയിൽ പുള്ളി, സ്വന്തം അമ്മേനെ കൊന്ന കുറ്റത്തിന് അവനെ ജയിലിലടച്ച ഒരു ജയിൽ പുള്ളീനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മേനെ കൊന്നത് ഞാനല്ല, ഞാൻ നിരപരാധിയാണ്, എങ്ങനെയാണ് ഒരാൾക്ക് എൻ്റെ അമ്മേനെ കൊല്ലാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്തു. അപ്പം സാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നാടകങ്ങളൊക്കെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് പറഞ്ഞു ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് സിനിമയിലെ സ്ക്രിപ്റ്റിലെ ചെറിയൊരു ഭാഗം നിന്നിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരത് എടുത്ത് ഞാൻ ചെയ്ത് കാണിച്ചു, ഷൂട്ട് ചെയ്തു. സിനിമയിലുള്ള രംഗം തന്നെയാണ്. അതെ അതെ അതെ, അതിൽ പിവോട്ടൽ രംഗമാണ് അന്ന് കാണിക്കാൻ പറഞ്ഞത്. അത് ഇഷ്ടപ്പെട്ടു ബ്ലസ്സിക്ക്. അതെ. എന്നിട്ട് പോയി, ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഇതുപോലെ ഒരു കോളേജിൽ ഇതേപോലെ ആ സ്കിറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിലിരിക്കുക. അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്, യു സെലക്ടഡ്. എന്തായിരുന്നു ശരിക്കും അപ്പോൾ ആ സമയത്തുള്ള ഒരു റിയാക്ഷൻ? എന്താ പറയാ, ഞാൻ ഒട്ടും പ്രതീക്ഷകളൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, പോയി. കിട്ടുകയാണെങ്കിൽ ലോട്ടറി എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. ലോട്ടറി? അതെ അതെ. കാരണം ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വെറ്ററൻസ് ഉള്ള, ഇത്രയും എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെ ലെജൻസ്, ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിൽ തന്നെ ലെജൻസ്. അന്ന് 17 വയസ്സ് അല്ലേ? കോളേജിൽ ചേർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അല്ലേ? പിന്നെ ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വരുന്ന ആദ്യ പ്രതികരണങ്ങളിൽ തന്നെ ഹക്കീമിനെ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഈ മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ ഒരു ലോങ് ടേം പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ആടുജീവിതം എന്ന് പറയുന്നത്.
അതുകൂടാതെ ആടുജീവിതം എന്ന സിനിമ ഗോകുലിന് കൂടുതൽ എക്സൈറ്റ്മെന്റുകൾ നൽകുന്നുണ്ടാവും, എനിക്കറിയാം. കാരണം ആദ്യത്തെ സിനിമയാണ്, ഇത്രയും വലിയൊരു സിനിമയാണ്, അതിൽ ബ്ലസ്സി ആണ് സംവിധായകൻ, കൂടെ അഭിനയിക്കുന്നവരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൃഥ്വിരാജ്, അമല പോള് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ ക്രൂ ആണ്. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഏത് ഘടകത്തിലാണ്? അങ്ങനെ ചോദിച്ചാൽ ഇത് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഐ ആം ദ ബോയ് ഹു ഗ്രൂ അപ്പ് വിത്ത് ദ ഫിലിം. ഈ 18 വയസ്സ് മുതൽ ഇപ്പോൾ എനിക്കിപ്പോൾ 24 വയസ്സാണ്. അപ്പോൾ 24 വയസ്സൊരു 6 വർഷത്തെ ജേണിയാണ്. ഞാൻ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ഒരു മനുഷ്യനാക്കുന്ന കുറെ സംഭവങ്ങൾ നടക്കുന്നത്. ഒരു കുട്ടിയെ അഡൽട്ട് ആക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവം. ആ സമയത്തൊക്കെ ഗോകുൽ ആടുജീവിതത്തിന്റെ കൂടെ. അതെ, അതും കൂടെ ഉള്ളത് ആരൊക്കെയാണ്? ബ്ലസ്സി സാറ്, രാജുവേട്ടനായാലും, ഇപ്പോൾ ജിമ്മിച്ചാൻ, അങ്ങനെ ഈ ലോകത്തിലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഇപ്പോൾ സിനിമേനെ പറ്റിയിട്ടും എൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകളും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്ന സംഭാവനകൾ, ഇവർ തന്ന കോൺട്രിബ്യൂഷൻസ്, അതൊരു സംഭവം. അതെ, ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ ഗോകുൽ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോകുലിനെ സംബന്ധിച്ച് അതൊരു ഈ സിനിമ എന്നുള്ള ഒരു മേഖലയിൽ അതൊരു സ്കൂൾ ടൈം ആയിരിക്കും. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അത് ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഷൂട്ടിനൊക്കെ പോയത്. അപ്പോൾ 3rd സെം ഞാൻ ഔട്ടായി. 3rd സെം പഠിക്കുമ്പോൾ അത് ആ സെം ഔട്ടായി. പിന്നെ അത് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഓരോ വർഷം ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ ആടുജീവിതം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത് ചിലപ്പോൾ അത് അത്രത്തോളം സന്തോഷം നൽകുന്നു. ശരിക്കും ഒരു സാധാരണ ചുറ്റുപാട് ജീവിച്ച് സിനിമ സ്വപ്നം കണ്ട് ജീവിച്ച ഒരാൾക്ക് ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നതും ആ സിനിമയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അതും തുടക്കത്തിൽ തന്നെ അഭിനയിക്കാൻ പറ്റുന്നതും ജസ്റ്റ് ഇമാജിൻ. ഇത് എന്നെപ്പോലുള്ള ഒരാൾക്ക് അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് എന്താ പറയുക, ഭയങ്കര ഹോണേർഡാണ്, ഭയങ്കര ഇമോഷണലാണ് എന്നെ സംബന്ധിച്ചിട്ട്. ആടുജീവിതം വായിച്ചവർക്ക് അറിയാം അതിൽ ഹക്കീം എന്ന കഥാപാത്രം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഈ സിനിമയിൽ ഗോകുൽ എന്ന് പറയുന്ന നടനെ ആളുകൾ ശ്രദ്ധിച്ചത്, മലയാളികൾ ഇത് ആരാണിത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നോക്കിയത് പൃഥ്വിരാജിന്റെ ഒരു ചോദ്യത്തിലാണെന്ന് തോന്നുന്നു. അതെ, അതായത് പൃഥ്വി ഈ പറയുന്ന പടത്തിന്റെ പ്രസ് മീറ്റിന് വേദിയിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുൻപാണ് ഗോകുൽ എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ആ വീഡിയോ വൈറലാവുന്നു. പിന്നെ മലയാളികൾ ഗോകുലിനെ തിരയാണ് അല്ലേ. അപ്പോൾ പിന്നീടുള്ള എല്ലാ അഭിമുഖങ്ങളിലും പൃഥ്വി പറയുന്നുണ്ട്, ഞാനിട്ട ഈ എഫേർട്ടിന്റെ അത്രത്തോളം തന്നെ എഫേർട്ട് ഇട്ട വേറൊരു നടൻ കൂടിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കഠിനമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ വേറൊരു വ്യക്തി കൂടിയുണ്ട്, അതൊരു ചെറുപ്പക്കാരനാണെന്ന് പറയുന്നു. ആ ചെറുപ്പക്കാരനാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ എനിക്കറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുന്നത്, ആടുജീവിതത്തിന് വേണ്ടി ഗോകുൽ എന്തൊക്കെയാണ് കാട്ടിയത് ശരീരത്തിൽ, ശാരീരികമായും മാനസികമായും ഒക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എനിക്ക് രാജുവേട്ടനോടൊരു വളരെ വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിന് എനിക്കൊരു നന്ദി പറയാനുണ്ട് ആദ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ രാജുവേട്ടനും ഇതേപോലെ കുറേ വെയിറ്റ് ഗെയിൻ ചെയ്ത് പിന്നെ കുറച്ചു. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ഹക്കീമിനും. ആദ്യം കുറച്ച് ശരീരത്തിനൊത്ത ആരോഗ്യം, പ്രായത്തിനൊത്ത ആരോഗ്യം ഒക്കെ ഉള്ളൊരു കഥാപാത്രമായിട്ട് നോവലിൽ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട് നല്ലോണം തിന്ന് ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിൽ തിന്നാം, തള്ളി കഴിക്കാം. അപ്പോൾ തടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഒരു 64 കിലോഗ്രാംസിലേക്ക് എത്തിച്ചു. പിന്നെ അവിടുന്ന് 2020 ഷെഡ്യൂളിലേക്ക്, അതായത് ഇപ്പൊ കാണുന്ന ഈ തടിയാണ് ശരിക്കും ഗോകുലിന് അന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 64 കിലോയിൽ എത്തിച്ചു. അതെ. എന്നിട്ട് കുറച്ചു. എത്രത്തോളം കുറച്ചു? ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത 44.6. അതിന് എന്താ പറയാ, ആദ്യം നമ്മുടെ രാജുവേട്ടൻ്റെ ട്രെയിനർ ഉണ്ട് അജിത്തേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ആളുടെ അഡ്വൈസസ് സ്വീകരിച്ചു. പിന്നെ അമ്മയ്ക്ക് അറിയുന്ന കുറച്ച് ഡയറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ കുറച്ച് ഡയറ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി. പിന്നെ ഓരോ മാസം കാലോറീസ് അങ്ങനെ ഉണ്ടല്ലോ, 1500 കാലോറീസ്, 1000 കാലോറീസ്, 500 കാലോറീസ് ആയി. പിന്നെ അവസാനത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ വാട്ടർ ഡയറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 നേരം വെള്ളം മാത്രം, കാപ്പി ഇല്ലെങ്കിൽ ഒരു 3 ദിവസം ഇങ്ങനെ വെള്ളവും കാപ്പിയും മാത്രം പിടിച്ചു. 3-ാമത്തെ ദിവസം രാത്രി ഞാൻ കൊളാപ്സ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനുശേഷം പഴച്ചാറുകൾ, ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ്, റോബസ്റ്റേൻ്റെ, പിന്നെ ഒരു കുബൂസ് വെള്ളത്തിൽ മുക്കി. അപ്പോൾ ഹക്കീം കഴിക്കുന്ന പോലെ തന്നെ ഒരു കുബൂസ് വെള്ളത്തിലൊക്കെ മുക്കി. അപ്പോൾ അവൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഒരു തരിയെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്താലല്ല അവനെ എനിക്ക് സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു നീതി പുലർത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ.
ഇപ്പൊ ഈ വീട്ടിൽ വെച്ചല്ലേ അപ്പൊ ഈ ഡയറ്റുകൾ ചെയ്തതൊക്കെ? അതെ. അപ്പൊ ഈ അമ്മയൊക്കെ അത് കാണുമ്പോ ഇങ്ങനെ അതായത് ദിവസം ദിവസം മകൻ ഇങ്ങനെ മെലിഞ്ഞു വരുന്ന കാണുമ്പോൾ അമ്മ ബ്ലസ്സി സാറെയൊക്കെ വിളിച്ചിട്ട് ചീത്ത എൻ്റെ മകൻ എൻ്റെ മകനെ മെലിഞ്ഞോണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലസ്സി സാറോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് അമ്മേനെ പറ്റിക്കാറുണ്ട്. അഭിനയിച്ചത് ഞാനിങ്ങനെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വെറുതെ കുഴഞ്ഞു വീഴും. കുഴഞ്ഞു വീണു. അപ്പം അമ്മ എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് കണ്ണടിച്ച് കാണിക്കും. അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഈ ശരീരം. ശരിക്കും നാട്ടുകാരും കണ്ടിട്ടുണ്ടാവും ഗോകുലം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അതിൽ ആദ്യം കാണുന്ന ഒരു ഹക്കീമുണ്ട്, അതിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടുള്ള ഒരു ഹക്കീമ, മുടിയൊക്കെ നീണ്ട് ശരീരം ആകെ മാറി വളരെ മെലിഞ്ഞ് അല്ലെ, അങ്ങനത്തെ ഒരു ഹക്കീമ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഗോകുല് നടത്തിയെടുത്തത് വീട്ടിൽ നിന്നിട്ടാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരും ഗോകുലിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ നാട്ടുകാര്. ഇപ്പൊ ഒരു സാധാരണ ഒരു പയ്യൻ ഇപ്പൊ മെലിഞ്ഞ് മുടി നീട്ടി താടിയൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടുകാർ പലതും എന്താ പറയാ കഞ്ചാവാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാനുള്ള സാധ്യത അങ്ങനെ പറഞ്ഞു നടന്നിട്ടുമുണ്ട്. ഇപ്പൊ എന്നെ ഒരു വട്ടം പോലീസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒരു ഹെൽമെറ്റ് ഇടാത്ത കേസിന് വേണ്ടിയിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പെറ്റി അടയ്ക്കാൻ പോയപ്പോ നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെ അന്ന് ഞാൻ പോലീസുകാരനോട് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോ അന്ന് അപ്പൊ ഓക്കെ. ഒരർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പൃഥ്വിരാജ് ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അതേ തരത്തിലുള്ള സമാനമായിട്ടുള്ള മാറ്റങ്ങൾ ഗോകുലും ചെയ്തിട്ടുണ്ട്. ഗോകുലും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു നടനാണ്, പൃഥ്വിരാജാണ്. അപ്പോൾ ഗോകുലിന് ഈ ഒരു എഫേർട്ട് ഇട്ട് ഇത്രയും ഒരു അധ്വാനം, അതിൻ്റെ ഒരു ശ്രദ്ധയും പരിഗണനയും ഒക്കെ ഏതെങ്കിലും ഇതിൽ കിട്ടാതെ പോകുമെന്നുള്ളൊരു ആശങ്ക സിനിമ ഇറങ്ങുന്നതിന് മുൻപുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ വർക്ക് നമ്മുടെ ആത്മാർത്ഥമായിട്ട് 100% ഇട്ട് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള റിസൾട്ട് അതെന്തായാലും കിട്ടും. അങ്ങനെ ബ്ലസ്സി സാർ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ വർക്ക് ചെയ്യ്, നിനക്കുള്ള റിസൾട്ട് അവിടെ ഉണ്ട്, അതിങ്ങോട്ട് വരും, ഒരു ടൈം ആകുമ്പോൾ വരും. അപ്പോൾ ആ ഒരു ഫിലിം മേക്കറുടെ അങ്ങനെ ഒരു വാക്കുകളിൽ ബ്ലസ്സി എന്നുള്ള ഫിലിം മേക്കറുടെ വാക്കുകളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും എൻ്റെ ഒരു അതെ നിന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എന്നാണെങ്കിലും നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണെങ്കിലും അത് നമുക്ക് കിട്ടുമല്ലോ. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഹാർഡ് വർക്കിൻ്റെ ലേബർ ഫ്രൂട്ട് അതെപ്പോഴും നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു ആശങ്കകളൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് കാരണം രാജുവേട്ടനെ പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട്. ഇപ്പോൾ ഒരു കാര്യം പറയാനാണെങ്കിൽ സെറ്റിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സീന് ഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ മരുഭൂമി ഒരു 11-12 മണിക്ക് നല്ല നട്ടുച്ച വെയിൽ ഏകദേശം ആ ഒരു സമയത്താണ്. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുക, ഞാൻ പൊസിഷൻ നിൽക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ കിടക്കാൻ എൻ്റെ പൊസിഷൻ നോക്കാനൊക്കെ ആയിട്ട് സെറ്റാക്കി ക്യാമറയൊക്കെ വെച്ച് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ വെയിൽ കൊണ്ട് കിടക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നതും. ഓക്കെ, പക്ഷേ ഷോട്ട് എടുക്കാൻ വേണ്ടി രാജുവേട്ടനെ വിളിച്ചു. രാജുവേട്ടൻ വരുമ്പോ കാണുന്നത് ഞാൻ അവിടെ കാരവനല്ല, അവിടെ കാരവനോ മരുഭൂമിയില, അവിടെ ഒരു SUV ഉള്ളിൽ നിന്ന് വരികയാണ്. അപ്പോൾ രാജുവേട്ടൻ കാണുന്നത് ഞാനിവിടെ നട്ടപ്പൊരി വെയിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അന്ന് രാജുവേട്ടന് അത് ഒരു പ്രത്യേക ഫീലായി പോയി. കാരണം രാജുവേട്ടൻ അന്ന് ചൂടായിട്ട് പറഞ്ഞ് ഇവനൊരു കൊട കൊടുക്കേണ്ട ആൾക്കാർ എന്താണ്, ഇവനൊരു കൊട കൊടുക്ക്, ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവനും ഗോകുലും ചെയ്യുന്നത്, അപ്പോൾ ഇവനൊരു കൊട കൊടുക്കും, ഇവനെ കൊട കൊടുക്കാണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അതിനുശേഷം ഒരാൾ ഇപ്പോൾ പൊസിഷൻ നിൽക്കുമ്പോഴും ഇതിനൊക്കെ ഒരാൾ കൊട പിടിച്ചിട്ടൊക്കെ എപ്പോഴും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന, ഒരു ബ്രദർലി കെയർ, അത് ഒരു കോ ആക്ടറിനോട് കാണിക്കുന്ന, ഇപ്പോൾ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഒരു കോ ആക്ടറിനോട് കാണിക്കുന്ന ഒരു പരിഗണന. അതെ, സിനിമയുടെ ട്രെയിലറും മറ്റും ഇറങ്ങിയപ്പോൾ അതിൽ ഹക്കീം എന്ന കഥാപാത്രത്തെ അത്രത്തോളം എടുത്തു കാണിച്ചിട്ടില്ല. പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഹക്കീം എന്ന കഥാപാത്രം അതേപോലെ ഗോകുലാണ് അത് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ മലയാളികൾ അറിഞ്ഞു തുടങ്ങി. അപ്പൊ ഈ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഒരു സസ്പെൻസിൽ നിർത്തണമെന്ന് ബ്ലസ്സി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ബ്ലസ്സി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലസ്സി സാർ ഒരു KLF സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ ഞാൻ പൊതിഞ്ഞു വെച്ചേക്കുവാണെന്ന്. അതെന്താ കാരണം? അത് കറക്റ്റ് ഒരു കൃത്യമായ സമയത്ത് എന്നെ. കാരണം ഞാൻ ചോദിക്കാൻ, ഇപ്പൊ ഇത് പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹക്കീം എന്ന കഥാപാത്രം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്
വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു സസ്പെൻസ് നിലനിർത്താൻ അതിൽ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? അതിൽ ഘടകങ്ങളുണ്ടോന്ന് വെച്ചാൽ അത് ബ്ലസ്സി സാറോട് ചോദിക്കേണ്ടി വരും. പക്ഷെ ബ്ലസ്സി സാർക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ കഴിഞ്ഞാലായിരിക്കാം എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാം. ഇതിനു മുന്നേ ഗൂഗിൾ എന്ന വ്യക്തി ആർക്കും അറിയില്ല. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സാറിൻ്റെ ഒരു വിഷനായിരുന്നു, ഈ സിനിമയ്ക്ക് ശേഷമായിരിക്കും എന്നെ ആളുകൾ അംഗീകരിക്കാൻ പോവുക, എന്നെ ആളുകൾ ഒരു ആക്ടർ എന്ന രീതിയിലോ എന്നെ പരിഗണിക്കപ്പെടുക എന്നുള്ളൊരു ഒരു വിഷൻ ഉണ്ടായിരുന്നു. ബ്ലസ്സി സാറെന്ന ഫിലിം മേക്കറുടെ ഇത്രയും കാലം അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. അപ്പോൾ ആളുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ രീതിയിൽ എന്നെ അവതരിപ്പിക്കാനാണ് ബ്ലസ്സി സാർക്ക്. അതിന് തന്നെ ഇതിനു മുന്നേ ഒരു 3-4 പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ. അപ്പോൾ ഇതൊക്കെ സ്റ്റോൾ ചെയ്ത് ഞാൻ ബ്ലസ്സി സാറെ വിളിച്ച് ചോദിക്കുമ്പോൾ നീ വെയിറ്റ് ചെയ്യും, എനിക്കുള്ള വലിയ ഓഫറുകളായിരുന്നു അത്. ഇതിനു മുന്നേ റസൂൽ സാറിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, റസൂൽ പൂക്കുട്ടി. റസൂൽ സാറിൻ്റെ സിനിമയ്ക്ക് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ബ്ലസ്സി സാർ പറഞ്ഞ് നീ വെയിറ്റ് ചെയ്യും, നിന്റെ ഹാർഡ് വർക്കിനുള്ള ഫ്രൂട്ട് നിനക്ക് കിട്ടും, നീ വെയിറ്റ് ചെയ്യും, ഞാനല്ല പറയുന്നത്. ഇപ്പോൾ ഈ 16-ാമത്തെ വയസ്സിലാണ് ഇതിന്റെ ഭാഗമാകുന്നത് അല്ലേ. 24-ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്നു. ഇത്രയും കാലം ഈ സിനിമയുടെ കൂടെയായിരുന്നു. പൃഥ്വി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, പൃഥ്വി ശരിക്കും ഈ സിനിമ തുടങ്ങിയതിന് ശേഷം മറ്റ് പല സിനിമകളുടെയും വർക്കുകളുടെയും ഭാഗമായിട്ടുണ്ട്. പക്ഷെ ബ്ലസ്സി എന്ന സംവിധായകൻ ഈ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ഇത്രയും കാലം. ബ്ലസ്സി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാലം ഇങ്ങനെ അടക്കി പിടിച്ച് സഞ്ചരിച്ചത് ഗോകുലാണ് അല്ലേ. അപ്പൊ അത്രയും ഒരു പ്രതീക്ഷയായിരിക്കും ഗൂഗിളിന് ഉണ്ടാവുക. ആ എക്സൈറ്റ്മെന്റ് വളരെ വലുതായിരിക്കും. എന്താ പറയാ, ഈ ഒരു 6 വർഷത്തിൽ കുറേ അധികം നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെ ഡെലിവറി ബോയ് ആയിട്ടൊക്കെ ഓടിയിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ, പക്ഷെ ഇതിലൊരു കാത്തിരിപ്പല്ലേ. എത്രയും ബ്ലസ്സി സാർ എന്നുള്ള മനുഷ്യൻ ആ പീക്കിലെത്തി നിൽക്കുന്ന ആ സമയത്ത്, രാജുവേട്ടനൊക്കെ പറഞ്ഞ പോലെ ആ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് ആടുജീവിതം എന്നുള്ള സിനിമ ചെയ്യുന്നതും അതിനുവേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ബ്ലസ്സി സാർ എന്നുള്ളൊരു മനുഷ്യൻ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൂടാ? ഈ ജോർദാനിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ളതാണോ പറയുന്നത്, ഡെലിവറി ബോയ് ആയിട്ടൊക്കെ പോയി? ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞങ്ങൾ കുടുങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം തിരിച്ചു വന്ന് നാട്ടിൽ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് എന്നിട്ട് ബ്ലസ്സി സാറിൻ്റെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ പോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ തന്നെ കോവിഡ് ലോക്ക്ഡൌണിന്റെ കാലത്ത് ഈ ആടുജീവിതത്തിന്റെ ക്രൂ ജോർദാനിൽ പെട്ടുപോകുന്നു. ആലോചിക്കണം, നാട്ടിലല്ല നമ്മളന്ന് പെടുന്നത്, കോവിഡ് സമയം. അപ്പൊ ഈ ഷൂട്ടിങ്ങും നിങ്ങൾക്ക് പറഞ്ഞ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഷൂട്ടിംഗ് അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു പ്രതിസന്ധിനെ നിങ്ങൾ അതിജീവിച്ചതും ഈ ആടുജീവിതം എന്ന് പറയുന്നത് നജീബിന്റെ അതിജീവനമാണ്. അതേ രീതിയിൽ തന്നെ ആയി മാറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ക്രൂവിൽ ഒരു 60ഓളം പേരുണ്ടായിരുന്നു. 60 നജീബുമാരെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കണ്ടത്. കുറേ പേര്, ഒരാൾ അതിൽ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മുടെ സ്റ്റഡി ക്യാമ്പ് ആള് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അമാനിന്ന് ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് എടുത്തു തരുമോ, ആ മരുഭൂമിയിൽ നിന്ന് ഞാൻ അമാൻ വരെ നടന്നു പോകാം. അമാൻ ടു മരുഭൂമി ഒരു 350 കിലോമീറ്റർ ഉണ്ട്, ഞാൻ അവിടെ വരെ നടന്നു പോയിട്ട് അവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തുന്ന ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും നിങ്ങൾ ആ സമയത്ത് പേടിച്ചിരുന്നു ഒരു തരത്തിലല്ലേ? പിന്നല്ല, ലോകം മുഴുവനും ഒരു മുൻപിൽ നിൽക്കല്ലേ, എന്തോ ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കല്ലേ. ആ സമയത്ത് നമ്മൾ പോയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഐഡിൽ മൈൻഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നല്ല പറയല്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഐഡിലായിട്ടിരിക്കുമ്പോൾ ഓരോ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുമല്ലോ. പ്രത്യേകിച്ചും പൃഥ്വി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സിംഗിൾ ഷോട്ടൊക്കെ ഒരു ദിവസം നടന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ ഒരു അസ്തമയത്തിന്റെ സമയത്തൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഷോട്ടൊക്കെ അത് എടുക്കാതെ പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലെ, പ്രത്യേകിച്ച് സിനിമയുടെ ഭാഗമായി ഒന്നും നടക്കുന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ നേരിട്ടുണ്ടാവും മാനസികമായി. അങ്ങനെ ഇപ്പോൾ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് നമുക്ക് ഷൂട്ടിങ് നടക്കുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂഡോ കളിക്കും. ലൂഡോ കിങ് ഇല്ലേ, അന്ന് ലോക്ക്ഡൗണിനൊക്കെ ഹിറ്റായ കാര്യം. അപ്പോൾ ലൂഡോ കളിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ മൈക്ക് സെറ്റ് സ്പീക്കറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പാട്ട് പാടും, ഡാൻസ് കളിക്കും. പിന്നെ ആർട്ടിലെ ചേട്ടന്മാരൊക്കെ മരം മുറിച്ചെടുത്തിട്ട് ബാറ്റ് ഉണ്ടാക്കി. പിന്നെ ഓരോരുത്തരെ ചെരുപ്പില്ലേ, റബ്ബർ ചെരുപ്പ് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് കാണാണ്ടാവും, വെച്ചിട്ട് ബോൾ ഉണ്ടാക്കാം. അങ്ങനെ ബോളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രാവിലത്തെ ടൈം ഫുള്ള് ക്രിക്കറ്റ് കളിക്കും. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഒരു ടീം പോലെ. ഇപ്പോൾ രാജുവേട്ടനും ബ്ലസ്സി സാറൊക്കെ വന്നിട്ടുണ്ട്,
കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ടീം. നിങ്ങൾ താമസിച്ചിരുന്നത് തന്നെ ശരിക്കും മരുഭൂമിയിൽ നിന്ന് കുറച്ച് അടുത്തൊരു സ്ഥലത്ത് തന്നെയാണ്? അതെ അതെ, മരുഭൂമിയിൽ തന്നെയാണ് ശരിക്കും. അതെ, താമസിച്ചിരുന്നത്. അവിടെ ഒരു ക്യാമ്പില്, ഒരു ഹൽ സുൽത്താന ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു, അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഔട്ട് സൈഡ് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളെ ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടം. ശരിക്കും ആ സമയത്തൊക്കെ ക്രൂ ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും പൃഥ്വിയും ഗോകുലും ഒക്കെ അന്നും ഡയറ്റ് തന്നെ. കാരണം നമുക്ക് നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഷൂട്ട് തുടങ്ങും, നമുക്ക് അനുമതി കിട്ടും എന്നുള്ള രീതിയിൽ. അവസാനം കിട്ടുകയും ചെയ്തു. ഞങ്ങളെ പോകുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് അനുമതി കിട്ടുകയും ചെയ്തു. നമ്മളെ പ്രതീക്ഷ, ഹോപ്പ് അത് അസ്ഥാനത്തായിട്ടില്ല. ഞങ്ങളപ്പോൾ മാക്സിമം അതേ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ. അൺസർട്ടനിറ്റി ആണെങ്കിലും നമ്മൾ വന്നത് ഇതിനാണല്ലോ, തീർത്തിടണ്ടേ. അന്ന് ഞാൻ വാച്ച് ചെയ്തൊരു കാര്യമുണ്ട്, നജീബിനും ഹക്കീമിനും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, അവരുടെ തമ്മിലുള്ള കോൺട്രാസ്റ്റ്. കാരണം ഹക്കീം എന്നെ പോലെയാ, ഞാൻ ഏൺ ചെയ്തിട്ട് വേണ്ട എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഞാൻ കുറേ നജീബുമാരെ കണ്ട്, അവർ ഏൺ ചെയ്ത് കൊടുത്തിട്ട് വേണം അവിടുത്തെ അവർക്ക് ഫാമിലി ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുണ്ടായ ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ ആണെങ്കിലും അവിടെ എൻ്റെ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അച്ഛൻ ഏൺ ചെയ്യുന്നുണ്ട്. ഏൺ ചെയ്താൽ കുറച്ച് സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടാവും, അത് വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. അതെ, ഇവരുടെ രണ്ടുപേരുടെ ഒരു ജേണിയിൽ തന്നെ നമുക്കറിയാലോ. അപ്പൊ ഹക്കീം എന്ന് പറയുന്നത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് പോകുന്ന ഒരാളാണ്. എന്നാൽ നജീബ് അങ്ങനെയല്ല. അത് ജീവിതത്തിന്റെ വേറൊരു കയം എത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നജീബ് നടത്തുന്നത്. അപ്പൊ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്ന രംഗങ്ങൾ തന്നെ ഗോകുല് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അതൊരു തുടക്കക്കാരന്റെ ഒരു വേറൊരു എക്സൈറ്റ്മെന്റും കൂടി. തുടക്കക്കാരൻ്റെ എക്സൈറ്റ്മെന്റ് എന്നുള്ളതിനുപരി അത് ഗോകുലിനെ സംബന്ധിച്ചിട്ട്, ഗോകുൽ ആദ്യമായിട്ടാണ് ഒരു എയറോപ്ലെയിനിൽ കയറുന്നത്. ഗോകുലിനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ് വിദേശ രാജ്യത്ത് പോകുന്നത്, ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ട് കാണുന്നത്. ഹക്കീമും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത് ഈ ഇതിന് വേണ്ടിയിട്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൽ കയറുന്നത് ആ സമയത്ത് നമ്മളെ അമ്മാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഹക്കീമിനെ സംബന്ധിച്ച് അന്ന് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടോ എന്ത് വേണമെങ്കിലും കാണാൻ പറ്റും. അന്നത്തെ കാലത്ത് അവന് ഇതൊന്നും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഹക്കീമിന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് തന്നെ ഹക്കീമിനും. പിന്നെ ഞങ്ങളൊരു പൊടിക്കാറ്റിൽ ഞങ്ങൾ റിയലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടാവല്ലോ. VFX ഉണ്ട്, പക്ഷെ അത് ശരിക്കും ഒരു പൊടിക്കാറ്റാണ്. അത് ആ പൊടിക്കാറ്റ്, അന്ന് ആ പൊടിക്കാറ്റൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കഫം ഒക്കെ എടുക്കൂലേ, അപ്പോൾ അവിടെ നമ്മൾ പൊടിയൊക്കെ കടിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ബാക്കി ഉള്ളവരൊക്കെ മാസ്കും പെൻഗ്വിൻസ് പോലെ നിൽക്കുക, ഇത് മൊത്തം കവർ ചെയ്തിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ആക്ടേഴ്സായിട്ടുള്ള ഞാൻ, രാജുവേട്ടനും ജിമ്മിച്ചായനും ഒക്കെ ഞങ്ങളെ കയ്യിൽ മറയ്ക്കാനോ, ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി കോസ്റ്റ്യൂമിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ പൊടിക്കാറ്റ് സൃഷ്ടിച്ചേ പറ്റുള്ളൂ, ഇത് വിത്ത് ബെയർ നോസ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇത് കുറച്ച് ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഹീലായി, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹീലായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഒരു നോവല്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അതിനെയാണ് അവതരിപ്പിക്കുന്നത്. അതും ഒരു തുടക്കക്കാരൻ. ആ തുടക്കക്കാരന് അത് ചലഞ്ചിങ് ആയിരിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ അത് ടെൻഷൻ ഉണ്ടാക്കിയിരുന്നോ ഇത്രയും സംഭവങ്ങളൊക്കെ? ഇപ്പോൾ ആടുജീവിതം വായിച്ച ഒരു ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളായിരുന്നു ഞാനും. ആടുജീവിതം വായിച്ച് നജീബിനെ പറ്റിയിട്ടും ഹക്കീമിനെ പറ്റിയിട്ടും വായിച്ച് ഒരു കണ്ണ് നനച്ച ഒരുപാട് ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാനും. അപ്പോൾ കാലം തിരിഞ്ഞിട്ട് ഇപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ബ്ലസ്സി സാർ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ എനിക്കറിയായിരുന്നു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടായ സമയത്തൊക്കെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കൈത്താങ്ങായിട്ട്. ഇപ്പോൾ രാജുവേട്ടനായാലും ബ്ലസ്സി സാറൊക്കെ എന്താ പറയുക, എനിക്ക് തന്ന മെൻ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം. ഒരു ഫാദർലി ഫിഗർ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു മകനോട് പറയുന്ന പോലെ, സാറിൻ്റെ മകൻ എൻ്റെ വയസ്സാണ്, രണ്ടാമത്തെ മകൻ അഖിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ ഒരു മകനെ പോലെ തന്നെയാണ് കണ്ടതും പാമ്പർ ചെയ്തതൊക്കെ. അപ്പോൾ ഒരു അച്ഛൻ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് തരികയാണ്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ്. അത് ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ കൂടി വരുമായിരുന്നു. അത് ആ ഒരു സംഭവം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ പൃഥ്വി ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നടൻ എന്ന രീതിയിലും സംവിധായകൻ എന്ന രീതിയിലും ചെയ്തിട്ടുള്ള ഒരാളാണ് പൃഥ്വി. അപ്പോൾ പൃഥ്വിയുടെ കൂടെയുള്ള ഒരു സീക്വൻസുകളൊക്കെ എങ്ങനെയായിരുന്നു? അതും രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ,
അപ്പോൾ പൃഥ്വി കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, ഗോകുലാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ എങ്ങനെയായിരുന്നു? സംഭവം അത് ചില സീനുകളുണ്ട്, നമ്മൾ മീറ്റ് ചെയ്യുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. ആ സീനിലൊക്കെ എന്താ പറയുക, നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഇരട്ടിയൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെന്തോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോവുക, ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു പോവാ. നമ്മള് അത് നിങ്ങൾ കട്ടയ്ക്ക് നിന്ന് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രാജുവേട്ടൻ്റെ ഒരു, ഇപ്പോൾ നമ്മളെ അപ്പുറത്തുള്ള ആള് ഇത്രയും രീതിയിൽ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ബ്ലസ് ചെയ്യുന്ന സംവിധായകനാണെങ്കിലും നമുക്കറിയാലോ, വിരലിൽ എണ്ണാവുന്ന സിനിമകളെ എടുത്തിട്ടുള്ളൂ, പക്ഷെ ആ സിനിമകളെല്ലാം കലാമൂല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അതുപോലൊരു സംവിധായകന്റെ കയ്യിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ബ്ലസ് ചെയ്യുമൊത്തുള്ള ഒരു ഇത് ഷെയർ ചെയ്യാമോ? അത് ബ്ലസ്സി സാറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ട്രീറ്റ് ചെയ്തത് ഒരു മകനെ പോലെയാണ്. അപ്പോൾ ബ്ലസ്സി സാർക്ക് ബ്ലസ്സി സാർ ഇതിന് മുന്നേ വർക്ക് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. കൂടെ വർക്ക് ചെയ്ത് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് പത്മരാജൻ സാർ, ഭരതൻ സാർ, അവരുടെയൊക്കെ കൂടെയാണ് ബ്ലസ്സി സാറ് ഫിലിം മേക്കിംഗ് എങ്ങനെയാണ് പഠിച്ചത്. ആ ബ്ലസ്സി സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു 10 ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി പോർഷൻസ് ഞാൻ വെറുതെ ഇരിക്കുകയായിരിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ക്ലാപ്പും റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് പോകും. ഞാനെന്നൊരു ക്യാമറയ്ക്ക് പുറകിൽ നിന്നിട്ട് ബ്ലസ്സി സാറിൻ്റെ ഓരോ ഷോട്ടൊക്കെ വെക്കുന്നത്, അങ്ങനെ ഉള്ള രീതികളിൽ ബ്ലസ്സി സാറ് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം ബ്ലസ്സി സാറെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാം അതൊക്കെ ആസ് എ ഫിലിം മേക്കർ ബ്ലസ്സി സാർ എങ്ങനെയാണോ ബ്ലസ്സി സാറ് ഓരോന്ന് അഭിനയിച്ച് കാണിക്കുന്നതും, ആള് മൊത്തം അറിഞ്ഞിട്ട് ഉള്ളിൽ തട്ടിയിട്ടൊരു നമുക്ക് കാണിച്ചു തരും ഓരോ സംഭവങ്ങൾ. എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. എല്ലാവർക്കും അതിനു മുന്നേ ബ്ലോക്ക് ചെയ്യും, ഈ സീനൊക്കെ ബ്ലോക്ക് ചെയ്യും ബ്ലസ്സി സാറ്. ഇത് ഇങ്ങനെയായിരിക്കും വേണ്ടത് എന്നുള്ളത് ബ്ലസ്സി സാറിനെ അഭിനയിച്ച് കാണിക്കും. അമലാപോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കഥാപാത്രമൊക്കെ ബ്ലസ്സി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് കണ്ട് ഭയങ്കര രസം തോന്നിയിട്ടുണ്ട്. അപ്പൊ ബ്ലസ്സി സാറിന്റെ മനസ്സിലൊരു രൂപമുണ്ട്, അത് നമുക്ക് കാണിച്ചു തരും. പിന്നെ നമ്മുടെ രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ബ്ലസ്സി സാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തെ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കാണ്. എന്നെക്കാളും കൂടുതൽ കഥാപാത്രത്തെ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നോട് പറയണം. അതായത് നല്ലതാണെങ്കിൽ ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ നല്ലതല്ലേ അങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ പോയിട്ടൊരു സജഷൻ പറയുകയാണെങ്കിൽ ബസ് സാർ ശരിയാണല്ലോ, ഇവനിപ്പോൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് എടുക്കും ചെയ്യും. അതെ അങ്ങനെ ബസ് സാർ അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും നോക്കാത്തൊരു എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് ബസ് സാർ. ഈ സിനിമ നടക്കുന്ന സമയത്ത് തളർന്നു പോകേണ്ട നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുടങ്ങി പോകേണ്ട അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ബെന്യാമിൻ ഈ കഴിഞ്ഞ ദിവസം എഴുതിയത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിജീവിച്ച് വന്നൊരു സിനിമയാണ് ആടുജീവിതം. നമുക്കറിയാം, അതിൽ നജീബിന്റെ കഥാപാത്രം അത്രത്തോളം സങ്കീർണതകളിൽ പെട്ട് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് വന്നൊരു മനുഷ്യനാണ്. അപ്പൊ ആടുജീവിതം വായിച്ചിട്ടുള്ള ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഗോകുലിന് എന്താണ് ആടുജീവിതം, എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ആടുജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരുഭൂമിയിൽ, ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണമാണ് ശരിക്കും. അത് എന്താ പറയുക, ഒരു ദാഹമല്ല ശരിക്കും. നമുക്ക് ആ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ദാഹമല്ല ഫീൽ ചെയ്യുക. അത് ആ ഒരു തേഴ്സ്റ്റും എന്താ പറയുക, അവരനുഭവിച്ച കഷ്ടപ്പാടുകളും നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയും മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയും മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിരുന്നു, അങ്ങനെയുള്ള കുറേ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ആസ് എ ഹ്യൂമൻ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അത് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ വളർത്തുന്നവരൊന്നല്ലേ ഇത്. ഗോകുലിന്റെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണ്? ഭാവി പ്ലാനുകൾ സ്വപ്നമാണ്, സിനിമയാണ് സ്വപ്നം, അഭിനയമാണ് സ്വപ്നം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ സിനിമയും ആദ്യ സിനിമ തന്നെ പോലെ മാക്സിമം അതിന് വർക്ക് ചെയ്യുക, എന്താ പറയുക, നല്ലൊരു ആളുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു നടനാവുക, അങ്ങനെ അത് തന്നെ. അപ്പൊ എന്തായാലും ഈ സിനിമ തകർത്തു, ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഇതുപോലെ തകർക്കട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു.